ഒരു ഭാവന വരണമെങ്കിൽ അവന് രണ്ടെണ്ണം അടിക്കണം എന്നുള്ളൊരു സ്വാഭാവികമായിട്ട് ചിന്താഗതി, എന്തെങ്കിലും ഒരു മയക്കുമരുന്നിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യത ഉണ്ടെങ്കിലാണ് അവന് പുതിയ ചിന്തകളും ഭാവനകളും വരും എന്നുള്ള ഒരു ചിന്ത സ്വാഭാവികമായിട്ടും പൊതുജനം പണ്ട് തുടങ്ങിയ കലാകാരന്മാർക്ക് ചാർത്തി തന്നിട്ടുള്ളൊരു പട്ടമാണ്. നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം, ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് പ്രാധാന്യം. എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഇപ്പോൾ ഓരോ ഐഡിയകളും ചില സമയങ്ങളിലൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണ്. പിന്നെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ അതിപ്രസരം നമുക്ക് മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ പലരും ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ മുമ്പൊക്കെ നമ്മൾ കണ്ണ് മഞ്ഞളിച്ച് നിന്നിട്ടുണ്ട്. നമുക്കും ഇത്തരത്തിലൊക്കെ എന്തുകൊണ്ട് ചെയ്തുകൂടാ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും മറ്റുള്ള ലോകത്തിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതല്ലേ എന്നൊക്കെ ചില സമയങ്ങളിലൊക്കെ ചിന്തിക്കാറുണ്ട്. ഓരോ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ വെള്ളത്തിന് മുകളിൽ വരച്ചതും വെള്ളത്തിനടിയിൽ പോയിട്ട് വരച്ചതും തീയിലും പുകയിലും, ഇപ്പോൾ മെഴുകുതിരി പുക കൊണ്ട് നമ്മളൊരു ചിത്രം ചെയ്തിട്ടുണ്ട്. അത് സീലിങ്ങിലേക്ക് ഒരു മെഴുകുതിരിയുടെ പുക അറിയാമല്ലോ, കറുത്ത പുകയായിരിക്കും വരിക. നമ്മളിങ്ങനെ മെഴുകുതിരി പിടിച്ചിട്ടിങ്ങനെ മേലോട്ട് നോക്കി നിന്നിട്ട് ഒരു നസീറിൻ്റെ ചിത്രമാണ്, പ്രേം നസീറിൻ്റെ ഒരു ചിത്രമാണ് ഞാൻ മെഴുകുതിരി പുകയിലൊരു ചിത്രം ചെയ്ത്. അതുപോലെ കല്ലിലും മുള്ളിലും പുല്ലിലും പാടത്തും പറമ്പിലും ഒക്കെ നമുക്ക് ചിത്രങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഈ സാമൂഹ്യ പ്രതിബദ്ധതയും വേണം, ഒപ്പം നമ്മളുടെ കല വികസിപ്പിക്കാനും നമ്മൾക്ക് കഴിയണം. ഇപ്പോൾ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ പല ആളുകളും സമൂഹത്തിൽ പല ആളുകളും എന്താ പറയുക, മുദ്ര കുത്തപ്പെടുന്ന കലാകാരൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ചാണ്. അവൻ്റെ തലയിൽ എന്തെങ്കിലും ഒരു ഭാവന വരണമെങ്കിൽ അവന് രണ്ടെണ്ണം അടിക്കണം എന്നുള്ളൊരു സ്വാഭാവികമായിട്ട് ചിന്താഗതി, എന്തെങ്കിലും ഒരു മയക്കുമരുന്നിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യത ഉണ്ടെങ്കിലാണ് അവന് പുതിയ ചിന്തകളും ഭാവനകളും വരും എന്നുള്ള ഒരു ചിന്ത സ്വാഭാവികമായിട്ടും പൊതുജനം പണ്ട് തുടങ്ങിയ കലാകാരന്മാർക്ക് ചാർത്തി തന്നിട്ടുള്ളൊരു പട്ടമാണ്. പക്ഷേ എനിക്കിപ്പോൾ 51 വയസ്സായി. ഈ 51 വയസ്സിൻ്റെ ഈ കാലഘട്ടത്തിനിടയ്ക്ക് ഒരു ലഹരിയുടെയും രുചി പോലും ഞാൻ അറിയാതെയാണ് ഈ നിമിഷം വരെ ഞാൻ നിൽക്കുന്നത്. ഈ ലഹരി ഇല്ലാതെയാണ്, ഈ ലഹരിയുടെ ഒരു അംശം പോലും ഇല്ലാതെയാണ് ഞാൻ ഇത്രയും കലാരൂപങ്ങളെല്ലാം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മദ്യവും മയക്കുമരുന്നും ലഹരി എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ള കല നശിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കുള്ളൂ എന്ന് കരുതുന്നവനാണ് ഞാൻ. മാത്രമല്ല നമ്മളെ വ്യക്തിത്വത്തെ നശിപ്പിക്കുന്നു, നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുന്നു, നമ്മുടെ നാടിനെ തന്നെ നശിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഈ ലഹരി മാറുന്നത്. ഇതില്ലാതെയും നമുക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റണമെന്നുള്ള ചെറുപ്പം മുതലുള്ളൊരു വാശി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ നിമിഷം വരെ, ഇപ്പോൾ ഈ ഒരു 51 വയസ്സ് വരെ എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിലും എനിക്കൊരു ലഹരിയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് എൻ്റെ മനസ്സ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. കാരണം അതിനുള്ളൊരു ആത്മവിശ്വാസവും ഇതൊക്കെ എൻ്റെ മനസ്സിന് ഇനിയുണ്ട്. കാരണം എനിക്കത് ചെയ്യാൻ കഴിയും. ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ വേറെ ആര് ചെയ്യാനാണെന്നുള്ളൊരു ചിന്താഗതി, അത് നാട്ടിലൊരുപാട് പേരുണ്ടാവുകയായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും നമ്മളെ തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ പരിശ്രമിച്ചാൽ നമുക്കൊരു ലഹരിയിലും ചെന്ന് വീഴാതെ നമുക്ക് പല സൃഷ്ടികളും ചെയ്യാൻ സാധിക്കുമെന്നുള്ള നല്ല ഉറപ്പുണ്ട്. ലഹരിക്കെതിരെ തന്നെ ഒരു ശില്പം ഞാൻ തൃശ്ശൂർ സിറ്റി പോലീസിന് വേണ്ടിയിട്ട് തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൽ ഒരെണ്ണം ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നെക്കോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വലിയ ശില്പമെന്നാണ് പോലീസുകാർ അവകാശപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലൊരു ശില്പം ഇത്രയും വലിയ സൈസിൽ ഒരു ശില്പം ഉണ്ടായിട്ടില്ല ലോകത്തെങ്ങും. നമുക്കതൊരു വലിയ അഭിമാനത്തോടുകൂടി അല്ലെങ്കിൽ ഭയങ്കര സന്തോഷത്തോടുകൂടി പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം ലഹരി എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ അവസ്ഥ കാരണം അവരെ ബോധവൽക്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ശില്പം മാത്രമാണത്. അത് കണ്ടിട്ടെങ്കിലും ഒരാളെങ്കിലും നന്നാവാൻ ശ്രമിക്കുമെങ്കിൽ അതൊരു വലിയൊരു കാര്യമല്ലേ എന്ന് കരുതിയിട്ട്. കാരണം അതിനകത്തൊരു ആശയമെന്ന് പറയുന്നത് ഒരു കുട്ടിയെ, ലഹരി മാഫിയ എപ്പോഴും ആക്രമിക്കുന്നത് ചെറിയ കുട്ടികളെയാണ്. ചെറുപ്പം മുതലുള്ള കുട്ടികളെയാണ് അവരെ ലഹരിക്ക് അടിമയാക്കി മാറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്കൂൾ കുട്ടി ഓടുന്ന ഒരു സ്കൂൾ കുട്ടിയുടെ പുറകെ പോകുന്ന ഒരു നീരാളി പോലുള്ള ഒരു മനുഷ്യരൂപം, മനുഷ്യൻ്റെ തലയും നീരാളിയുടെ ഉടലുമായിട്ടുള്ളൊരു ശില്പമാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. വലിയൊരു സിറിഞ്ചും അതിനകത്തുണ്ട്. ഈ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടി 2 കൈകൾ, കേരള പോലീസിൻ്റെ 2 കൈകളും കൂടി അതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലഹരി ഭീകരമായിട്ടുള്ള ഒരു മുഖം, ഒരു നീരാളിയുടെ ആ രൂപം മുഴുവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വണ്ടിയുടെ സ്പെയർ പാർട്സ് ആയിട്ടുള്ള ഈ ഗിയർ വീലുകൾ കൊണ്ടാണ്. ചെറുതും വലുതുമായിട്ടുള്ള ഗിയർ വീലുകൾ നമ്മൾ പല വർക്ക്ഷോപ്പുകളിൽ പോയിട്ട്, വണ്ടി പൊളിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഈ പാർട്സുകൾ ഓരോന്നോന്ന് വെച്ച് പിടിച്ച് ബെൽഡ് ചെയ്ത്
ഇത്രയും വലിയ ശില്പമായിട്ട് നമ്മൾ മാറ്റിയിട്ടുള്ളത്. അപ്പം അത്രയും വലിയൊരു ശില്പം നമുക്ക് എന്താ പറയുക ചെയ്യാൻ സാധിച്ചില്ല. ലഹരിക്കെതിരെ നമ്മൾ ജീവിതം തന്നെ ഗാന്ധിജിയൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മളുടെ സന്ദേശം എന്ന് പറയുന്നത് പോലെ നമുക്ക് അത്തരത്തിലൊരു ശില്പം ചെയ്യാൻ കഴിഞ്ഞത് വലിയൊരു സന്തോഷത്തിലാണ്. മാത്രമല്ല എൻ്റെ ജന്മദിനം എന്ന് പറയുന്നത് ജൂൺ 26 ജൂൺ 26 എന്ന് പറയുന്നത് ലഹരി വിരുദ്ധ ദിനം കൂടിയാണ്. അതെങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ അടുത്താണ് ഞാൻ കഴിഞ്ഞ വർഷമാണ് ഇങ്ങനെ ഞാൻ അറിയുന്നത് ലഹരി വിരുദ്ധ ദിനത്തിനാണ് ഞാൻ ജനിച്ചത് എന്നുള്ളത്. എന്തായാലും ഇതുവരെയൊക്കെ എനിക്ക് എത്തിപ്പെടാൻ പറ്റിയെന്നുള്ളതാണ്. കാരണം നമ്മുടെ യുവാക്കളായിട്ടുള്ള ഒരുപാട് പേര് ഇനി നമ്മളുടെ ഈ നാശത്തിലേക്ക് പോകുന്ന ലഹരിയുമായി നാശത്തിലേക്ക് പോകുന്ന ഈ ഒരു തലമുറയെ തന്നെ മാറ്റി എടുക്കുകയും നല്ലൊരു കേരളം അല്ലെങ്കിൽ നല്ലൊരു നാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാൻ പറ്റണം എന്നുള്ളതിൻ്റെ ഒരു ബോധവൽക്കരണ സന്ദേശം മാത്രമാണ് ആ ഒരു ശില്പം എന്ന് പറയുന്നത്. കലാകാരന്മാരെപ്പോഴും അങ്ങനെയാണ്. എന്തെങ്കിലും സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് ഇടപെട്ട് ജീവിക്കുമ്പോൾ അവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള പല കലകളും ഞാൻ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും എന്നോട് ഇതൊരു ക്രാഫ്റ്റ് വർക്കല്ലേ, ഇതൊരു ആർട്ടാണോ എന്നൊക്കെ പലരും എന്നോട് ചോദിക്കാറുണ്ട്. പക്ഷേ ഇത് ചിലരെന്നെ കളിയാക്കി പറയാറുണ്ട്, പ്രൊപ്പഗണ്ട ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. ഈ പ്രൊപ്പഗണ്ട എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സ്വന്തം കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പ്രചാരവേല നടത്തുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കാണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള ഈ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരും പ്രൊപ്പഗണ്ടകളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും അവരുടെ കാര്യങ്ങൾ ലോകത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നവരാണ് ഈ ആർട്ടിസ്റ്റുകളാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള ഏത് കാര്യത്തിലാണെങ്കിലും. ഇപ്പോൾ റീലുകൾ തന്നെ പ്രൊപ്പഗണ്ടക്കാർ അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരും അവരവരുടെ മുഖവും അവരവരുടെ ചേഷ്ടകളും ഒക്കെ ജനമധ്യത്തിലേക്ക് എത്തിക്കുന്ന പ്രചാരവേല നടത്തുന്നവരാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും പ്രൊപ്പഗണ്ടകൾ തന്നെയാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് അറിയാൻ കഴിയും, നമുക്കറിവുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ബുദ്ധിജീവികളാണെന്ന് ധരിക്കുന്ന പല ആളുകളും അവർ മാത്രം കാണാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവർ കുറച്ച് ഇതിലേക്ക് ചുരുങ്ങിപ്പോകുന്നതല്ലാതെ എന്താ പറയുക ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. നാളെ ആർക്കെങ്കിലും നമ്മളുടെ ചിത്രങ്ങൾ കൊണ്ടോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കൊണ്ടോ ഉപകാരപ്പെടുമെങ്കിൽ അത് നമ്മൾ പുറത്ത് കാണിച്ചാലല്ലേ അത് അവർക്ക് എത്തുള്ളൂ. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരമാവുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അല്ലാതെ എന്താ പറയുക ഒരു കലയെയും ഒരു കലാകാരനെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അതിന് ഇതാക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഓരോരുത്തരും അവരവരുടെ കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളനുസരിച്ച് കലയും സഞ്ചരിക്കുക എന്നുള്ളൊരു പ്രധാനമായിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ പണ്ട് കത്തെഴുതിയിട്ടാണ് ജീവിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ലൈവായിട്ട് ഫോണിൽ നോക്കി ദൂരെയുള്ള ഒരാളെ കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതുപോലെ നമ്മൾ പണ്ട് പേപ്പറിലാണ് വരച്ചെന്ന് വെച്ചിട്ട് ഇന്നും പേപ്പറിൽ വരയ്ക്കണം എന്നില്ലല്ലോ. പണ്ട് പേപ്പറിലാണ് കത്തെഴുതിയെന്ന് വിചാരിച്ചിട്ട് ഇന്നും കത്തെഴുതാൻ നിർബന്ധമില്ലല്ലോ. കാലഘട്ടം മാറുന്നതനുസരിച്ച് നാടോടുമ്പോൾ നടുവേ ഓടണം എന്നുള്ള രീതിയിൽ നമ്മൾ മാറ്റങ്ങൾ അനിവാര്യമാണ്. മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ഈ നാടിൻ്റെ കാലഘട്ടങ്ങളിൽ നമുക്ക് കിട്ടുന്ന മെറ്റീരിയലുകൾ ഉപയോഗിച്ച് പണ്ട് വരച്ചിരുന്നത് പെൻസിലും പേനയും വാട്ടർ കളറും അക്രലിക്കൊക്കെ ആണെങ്കിൽ ഇന്നിപ്പോൾ എത്ര തരം മീഡിയങ്ങൾ 100-ൽ പരം മീഡിയങ്ങൾ തന്നെ ഈ ലോകത്ത് നമുക്ക് മെറ്റീരിയൽസായിട്ട് വാങ്ങാൻ കിട്ടും. അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നില്ലേ. പണ്ട് നോക്കി വരച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ പ്രൊജക്ടർ ഉപയോഗിച്ചിട്ട് വരയ്ക്കുന്ന ആർട്ടിസ്റ്റുകൾ വരെയുണ്ട്. അപ്പോൾ അത്രയും ടെക്നോളജി നമ്മൾ വരും കാലങ്ങളിൽ വരുന്ന ടെക്നോളജികൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുക. ഇപ്പോൾ AI വന്നു. ഇപ്പോൾ കമ്പ്യൂട്ടർ വന്ന സമയത്ത് ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചു, ഫോട്ടോഷോപ്പ് പഠിച്ചു. അപ്പോൾ അതുപോലെ തന്നെ AI വരുന്ന കാലത്ത് ഞാൻ AIയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. AIയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. AIയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് നമ്മളുടെ കലയെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പോൾ എനിക്ക് മുമ്പ് ഒരാളെന്നോട് ഒരു ശില്പം ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഞാൻ ആ ശില്പത്തിൻ്റെ ഒരു ചിത്രം അവർ പറയും നമുക്കൊരു ശില്പത്തിൻ്റെ ഒരു ചിത്രം ഒരു ഏകദേശ രൂപം വരച്ച് തരാൻ കഴിയുമെന്നുള്ളത്. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത്, നമ്മളൊരു പേപ്പറിലെടുത്ത് വരയ്ക്കുകയോ സ്കെച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ വാട്ടർ കളർ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു രൂപം മാത്രമാണ് നമുക്ക് അവർ കാഴ്ചപ്പാടിൽ. പക്ഷേ AI വന്നതോടുകൂടി എങ്ങനെ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും, അത് AI ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ശില്പം ഏത് രൂപത്തിലായിരിക്കും അത് വരുന്നത് എന്നുള്ളത് നമുക്ക് കാണിക്കാൻ പറ്റും. ഇപ്പോൾ ഇടുക്കിയിൽ വരാൻ പോകുന്ന ഏതാണ്ട് 80 അടി ഉയരമുള്ളൊരു ശിവഭഗവാന്റെ ധ്യാനത്തിലിരിക്കുന്ന ഒരു ശില്പം എന്നോട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇഷ ടെമ്പിൾ പോലെ, കോയമ്പത്തൂരുള്ള ഇഷ ടെമ്പിൾ പോലെ, അല്ലെങ്കിൽ ആഴിമലയിലുള്ള ശിവഭഗവാന്റെ ചിത്രം പോലെ ഒരു വലിയ ശില്പം തന്നെയാണ് 80 അടി ഉയരത്തിൽ സിമൻറ്റ്
സിമെൻറ്റിൽ തീർത്തൊരു ശില്പം ഇടുക്കിയിലുള്ളൊരു സ്ഥലത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ അവിടെ വെറും ഒരു ഏക്കർ കണക്കിന് പറമ്പ് മാത്രമായി ഒരു കുന്നിൻ്റെ മുകൾ വശം മാത്രമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ എങ്ങനെയാണ് ഈ ശില്പം വരിക എന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ എയിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് മനസ്സിൽ തോന്നും, ഇപ്പോൾ ഞാൻ ഈ ആൽബം അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമൊക്കെ മുമ്പ് ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. ഒരു 10-24ഓളം ഗാനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ മേഖലകളിലും നമുക്കൊരു ജീവിതമേ ഉള്ളൂ, നമുക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യാന്നുള്ളതാണ്. പാട്ടുകൾ എഴുതാൻ ഞാൻ സംഗീതം പഠിച്ചിട്ടുള്ള ആളല്ല, ഞാൻ ഈ ആർട്സ് കോളേജിൽ പോയിട്ടുള്ള ആളല്ല, ഒരു 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് ഏത് ലെവലിൽ വേണമെങ്കിൽ എത്താൻ സാധിക്കുമെന്നുള്ളതിനാണ് നമുക്ക് പരിശ്രമിക്കുക. അപ്പോൾ അത്തരത്തിൽ ഞാൻ പാട്ട് എഴുതാനും പഠിച്ചിട്ടുണ്ട്, മിമിക്രി ചെയ്തിട്ടുണ്ട്, മിമിക്സ് ട്രൂപ്പുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, നാടകം കളിച്ചിട്ടുണ്ട്, ഈ ഷോർട്ട് ഫിലിമുകളിൽ പോയിട്ടുണ്ട്, അതുപോലെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാത്തരം മേഖലകളിലും നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന മേഖലകളിലൊക്കെ നമ്മൾ കൈവെക്കുക എന്നുള്ളതാണ്. ഏതിലാണ് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായിട്ടുള്ള ഐഡിയകളും കൊണ്ടുവരാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ പരമാവധി പരിശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. വരും തലമുറയിലുള്ള ഒരുപാട് കലാകാരന്മാർ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു ജീവിതത്തിൽ കിട്ടുന്ന വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, പുതിയ ഭാവനകൾ, പുതിയ സൃഷ്ടികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. നാടിന് വേണ്ടിയിട്ട്, നാടിനോടുള്ളൊരു പ്രതിബദ്ധത മുന്നിട്ടിറങ്ങിക്കൊണ്ട് തന്നെ നമ്മളുടെ കല നാടിന് വേണ്ടിയും കൂടി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. ഞാൻ വ്യത്യസ്തമായിട്ടുള്ളൊരു കഥ കൂടി പറയാം. കാരണം ഞാൻ പണ്ട് ഈ ശില്പങ്ങളൊക്കെ കിങ്കോങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു 18-20 വർഷം കണ്ടായിട്ടുണ്ടാവും. കിങ്കോങ് ചെയ്യുന്ന സമയത്ത് ഒരു എപ്പിസോഡ് വേറിട്ട കാഴ്ചകൾ എന്ന് പറഞ്ഞ കൈരളിയിൽ വന്നിട്ടുള്ളൊരു എപ്പിസോഡ് എന്നെക്കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നു. VK ശ്രീരാമൻ, നടൻ VK ശ്രീരാമനാണ് ആ എപ്പിസോഡ് എൻ്റേതൊരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്നിട്ടാണ് അവർ ഷൂട്ട് ചെയ്തതും കാര്യങ്ങളെല്ലാം എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ എപ്പിസോഡ് വന്നതിന് ശേഷം ശ്രീരാമേട്ടൻ എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒന്ന് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ കൊടുങ്ങല്ലൂർ വെക്കുന്ന ഈ ശില്പങ്ങളെല്ലാം തന്നെ പാർക്കാടി പൂരത്തിന് അദ്ദേഹത്തിൻ്റെ നാട്ടിലും കൊണ്ട് വയ്ക്കാറുണ്ട്. നാടിനടുത്ത് ഉള്ള സ്ഥലത്തുള്ള പാർക്കാടി പൂരത്തിനും കൊണ്ട് വയ്ക്കാറുണ്ട്. അവിടെ പോയ സമയത്ത് അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഞാൻ അവിടെ പോയപ്പോൾ നമ്മൾ അന്നൊക്കെ നമ്മുടെ കല അല്ലെങ്കിൽ നമ്മളുടെ വലിയ കാര്യങ്ങൾ ചെയ്തു, അത് ചെയ്തു എന്നൊക്കെ പറയാനുള്ള ത്വരയോടുകൂടി നമ്മളങ്ങനെ നിൽക്കുകയാണ്, അഹങ്കാരത്തോടുകൂടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒന്നും കേൾക്കാനുള്ളൊരു സമയമില്ല. അദ്ദേഹം മറ്റൊരു ഫോണിലായിരുന്നു. എന്നോട് എന്തോ കാര്യം പറയാനുണ്ടെന്നുള്ള രീതിയിൽ എൻ്റെ മുമ്പിൽ വന്നു. എന്നോട് പറഞ്ഞു, സുരേഷ് എനിക്ക് സമയമില്ല, സുരേഷിനോട് 2 കാര്യങ്ങൾ സുരേഷിനെ കുറിച്ച് പറയണമെന്ന് വിചാരിച്ചിട്ട് വിളിപ്പിച്ചതാണ്. മറ്റൊന്നുമല്ല, സുരേഷ് നല്ല ആനനെയും കിങ്കോങ്ങിനെയൊക്കെ മനോഹരമായിട്ട് ചെയ്യുന്നത് ഞാനൊരു എപ്പിസോഡ് ചെയ്താണല്ലോ, അപ്പോൾ അതുകൊണ്ട് കണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുരേഷിന് അത്യാവശ്യം നല്ല മനോഹരമായി ചെയ്യാനുള്ളൊരു കഴിവ് സുരേഷിനുണ്ട്. പക്ഷേ സുരേഷ് ചെയ്യുന്നതെല്ലാം വെറും കോപ്പികളാണ് സുരേഷ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ഒരു നിമിഷം ഒന്നുമല്ലാതായി തീർന്നൊരവസ്ഥയിൽ പോയി. ഞാനിങ്ങനെ ഞെട്ടലോടെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം തുടരുകയാണ്, സുരേഷ് ചെയ്യുന്നതെല്ലാം കോപ്പിയടികളാണ്. കാരണം ദൈവം സൃഷ്ടിച്ച ഒരാന അതേപോലെ സുരേഷ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. സുരേഷിൻ്റെ സൃഷ്ടിയല്ല അത് ദൈവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളൊരു സൃഷ്ടിയാണ്. ആ സൃഷ്ടിനെ നോക്കി ചെയ്തു, അതിനെ ചലിപ്പിക്കാൻ ശ്രമിക്കുന്നു. കിങ്കോങ്ങിനെ ഉണ്ടാക്കുന്നു. ആ കിങ്കോങ്ങും ഭൂമിയിലുള്ള സാധനം തന്നെയാണ്. അതിൻ്റെ ഒരു കോപ്പിയാണ് സുരേഷ് ചെയ്യുന്നത്. ഒരു പടം വരയ്ക്കുന്നു, ആ പടം അതേപടി സുരേഷ് വരയ്ക്കാൻ ശ്രമിക്കുന്നു. ഇതിൽ സുരേഷിൻ്റെ സൃഷ്ടി എവിടെ? സുരേഷിൻ്റെ ഭാവനയിലുള്ള സൃഷ്ടി അതിനകത്തില്ല. അവിടെ സുരേഷ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സുരേഷ് പുതിയ ഭാവനകൾ, ഈ ലോകത്തെങ്ങും ഇല്ലാത്ത ഒരു പുതിയ സൃഷ്ടി ജനങ്ങൾക്ക് കൊടുക്കാൻ. ഇപ്പോൾ സുരേഷ് ഈ ഭൂമിയിൽ ജനിച്ചിട്ട് സുരേഷിന് ജനങ്ങൾക്ക് വേണ്ടി പുതിയതായിട്ട് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു പുതിയ സൃഷ്ടി, ഈ ലോകത്ത് മറ്റെങ്ങും ഇല്ലാത്തൊരു പുതിയ സൃഷ്ടി കാണിച്ചു കൊടുക്കാൻ സാധിക്കുമോ? അതാണ് സുരേഷ് ചെയ്യേണ്ടത്. ഈ ഒരു എക്സിബിഷൻ, ഈ ആർട്ട് എക്സിബിഷനുകൾ, ലളിതകലാ അക്കാദമി പോലുള്ള ആർട്ട് എക്സിബിഷനുകളിലൊക്കെ ഒന്ന് പോയി കാണുക. അവിടെ പുതിയ കലാകാരന്മാർ ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട്. അത് കണ്ടു മനസ്സിലാക്കുക. പുതിയ ഭാവനകളാണ്, അവരുടെ മനസ്സിൽ വരുന്ന ഭാവനകളാണ് അവർ എടുത്തു വച്ചിരിക്കുന്നത്. അതുപോലെ പുതിയ ഭാവനയിൽ സുരേഷിൻ്റെ മനസ്സിൽ വരുന്ന കാര്യം ചെയ്യാൻ ശ്രമിക്കുക. ദൈവം പോലും, ഒരു പ്രധാന പോയിൻ്റാണ് അദ്ദേഹം പറഞ്ഞത്, ദൈവം പോലും വിചാരിക്കണം എനിക്കിത് സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. അപ്പം അത്രയും എന്താ പറയുക, ഒരു സ്ഥലത്തും ഇല്ലാത്ത നമ്മളുടെ മനസ്സിൽ വരുന്ന പുതിയൊരു ക്രിയേറ്റിവിറ്റി ആയിരിക്കണം നമുക്ക് ജനത്തിന് കൊടുക്കാൻ സാധിക്കേണ്ടത്. അതാണ് വേണ്ടത്. കാരണം ഒരു ഫോട്ടോ കോപ്പി നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഭൂമിയിൽ നമുക്ക് തന്നിരിക്കുന്ന ജീവിതം
പുതിയൊരു സൃഷ്ടിക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഇത്രയെങ്കിലും ഞാൻ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെയൊക്കെ ആ ഒരു വാക്കുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഈ 10-20 വർഷത്തിന് ശേഷം ഉണ്ടായ പല മാറ്റങ്ങളൊക്കെ ആ ഒരു വാക്ക് കൊണ്ടുള്ളൊരു പ്രചോദനം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ കുറേ ഇപ്പോൾ ലോഹിതദാസ് സാറിൻ്റെ ഒരു പ്രതിമ ഞാൻ നേരിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. മിമിക്രിയുമായി കുറേ നടന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ കണ്ടു. അദ്ദേഹത്തിൽ ജയറാമിനോട് പറയുന്നൊരു ഡയലോഗുണ്ട്, ചോക്കുമലയിലിരിക്കുന്നവൻ ചോക്ക് കഷ്ണം തേടിപ്പോയ കഥ കേട്ടിട്ടില്ലേ. അതായത് സുരേഷിന് നല്ലൊരു കഴിവുണ്ടായിട്ട് സുരേഷ് മറ്റുള്ള അഭിനയവും അതും ഒക്കെ ആയിട്ട് നടക്കുകയാണ് എന്നുള്ളൊരു ചിന്താഗതിയാണ് പുള്ളി ഉദ്ദേശിച്ചത്. അപ്പോൾ അതെൻ്റെ ആ വാക്ക്, ജയറാമിനോട് പറയുന്ന ആ വാക്ക് എനിക്ക് മനസ്സിൽ വല്ലാണ്ട് കൊണ്ടു എന്നുള്ളതാണ്. ഞാൻ അന്ന് മിമിക്രിയൊക്കെ നിർത്തി ഞാൻ എൻ്റെ പണിയിലേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഡാവിഞ്ചി സുരേഷായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ. അപ്പം അത് കുറേ ചില ആളുകളുടെ വാക്കുകൾ, ചില ആളുകളുടെ പ്രവൃത്തികൾ നമുക്ക് ചിലപ്പോൾ ജീവിതത്തിൽ തന്നെ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ അത് തന്നെയാണ് നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ കലയുമായിട്ട് നടക്കുന്നവരുണ്ട്. അവർക്കെല്ലാവർക്കും നല്ല രീതിയിൽ നല്ല കാഴ്ചപ്പാടുകളും ഭാവനകളും ചിന്തകളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കാം. ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം.